ഹലോ ഗൈസ്, ഇന്നൊരു ഈറ്റിൻ്റെ ഡേ കണ്ടാലോ? അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ പുട്ടും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ച് ഒപ്പം കട്ടൻ ചായയും കൂടെ കുടിച്ചത് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പുട്ടുണ്ടാക്കിയതെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ കണ്ടിട്ട് ഞാനിന്ന് സകലമാന തുണികളൊക്കെ ഇന്ന് കഴുകിയിട്ട്, അല്ലാണ്ട് നമുക്ക് തറയിൽ തുടയ്ക്കുന്ന തുണി അങ്ങനെ എല്ലാം കൂടെ ഇന്നൊന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ട കുറച്ച് നേരം ഒന്ന് സൂര്യപ്രകാശം തെളിഞ്ഞ് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും വേണ്ടിയില്ല, കുറച്ച് നേരത്തേക്കുള്ളിൽ ഉണ്ടാവുമല്ലോ വെയിലൊന്നും കഴിഞ്ഞിട്ട് അവിടെ കാത്തു നിന്ന് തുണിയെല്ലാം ഒന്ന് അത്യാവശ്യം ഞാൻ ഉണക്കിയില്ല. ഇന്ന് കഴിവിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. മെനഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് കഴിവിട്ടതൊക്കെ ഒന്ന് ഉണക്കി പറക്കി, അല്ലാത്തതെല്ലാം അതുപോലെ കുറച്ച് സമയം നിന്നിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അപ്പോഴത്തേക്ക് എനിക്കങ്ങ് വിയർത്ത് കുളിച്ച് ക്ഷീണമായി. ഇച്ചിരി നേരം വെയിൽ കൊണ്ടതിൻ്റെ അവസ്ഥയാണെന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി വന്ന് ചൂടുവെള്ളം എടുത്ത് കുടിച്ച് എൻ്റെ നാക്കങ്ങ് പൊള്ളിപ്പോയി. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ആ സാധനത്തിന്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് ചൂട് മാറിയിട്ടാണ് ഞാനത് പിന്നെ കുടിച്ചത്. വളരെ സമാധാനമായിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചു. നല്ല ആശ്വാസം എന്ന് പറയാം. ചൂടിനൊരു ശമനം പോലെ ഞാൻ ആ വെള്ളം അങ്ങ് കുടിച്ചു. പിന്നെ ഉച്ചയ്ക്കൊരു 1:30 ആയപ്പോഴത്തേക്കും വീണ്ടും സെയിം ചോറും ആ ചിക്കൻ കറിയും കൂടെ കഴിച്ചിട്ട് എന്തോ പോലെ തോന്നി. അങ്ങോട്ട് ഓക്കെ ആയില്ല. പിന്നെ വേറെ തോരനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇച്ചായം പോയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ദാണ്ട് ഈ സാധനം കൊണ്ടുവന്നു. നല്ല ടേസ്റ്റാണ് ഇലയപ്പത്തിന്. അപ്പം ഞാനതൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ സാധനം തിന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമെന്ന് വെച്ചാൽ ശർക്കരയുടെ ഒക്കെ നല്ല മധുരം. അതിനകത്ത് നല്ല കടിക്കാൻ പറ്റിയ തേങ്ങാക്കൊത്തിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. ആ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറെന്തോ ഫുള്ളായ പോലെയൊക്കെ തോന്നി. എങ്കിലും ആ ഒരു സാധനവും കഴിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ലേശം കട്ടൻ ചായയും കൂടെ കുടിച്ചായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. നല്ല മധുരമാണ് കേട്ടോ, മത്ത് പിടിച്ച് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ അധികം ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഈ 3 ബിസ്ക്കറ്റിൽ ഒതുക്കാമെന്ന് കരുതി. ചില സമയത്തുള്ള കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്, ബിസ്ക്കറ്റ് കണ്ട് അതും ഇങ്ങനെ നുള്ളിപ്പറക്കി അങ്ങ് തിന്നും. എന്താ പറയുക, അങ്ങ് 3 ബിസ്ക്കറ്റിൽ ഒതുക്കാമെന്ന് കരുതി. വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കണ്ടപ്പോൾ എന്തോ ഒരു ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കണ്ടിട്ട് ദാണ്ട ഞാൻ ആ നുള്ളിപ്പറക്കി തിന്നുവാണ്. ഇനിയിപ്പം വൃത്തിയായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.